എന്താ വേണോ ഇപ്പൊ പറഞ്ഞത്? ഒന്നും സംഭവിച്ചില്ലെന്നോ? അപ്പൊ ഞാൻ പിന്നെ ആരായി? ഒന്നും സംഭവിച്ചില്ലെന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ചിട്ട് എന്നിട്ടിപ്പോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ എനിക്ക്? ഞാൻ ഇനി എന്ത് ചെയ്യണം? വേണം എന്റെ കുട്ടിയൊക്കെ മരിക്കണോ? അമ്മ ഇവളെന്തോ വലിയ കള്ളത്തറി പറഞ്ഞു പോയത്. അച്ഛാ ഞാനല്ല അമ്മ, സത്യമായിട്ട് ഞാനല്ല. ചുമയെന്ന് കിടന്നുവല്ലാതെ. കുടുംബത്തിന്റെ മാനം കളഞ്ഞില്ലോടാ. കൊണ്ടുപോകണം നിന്നെ എന്റെ മുമ്പില്. അമ്പിക, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. കഷ്ടം, ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ നിങ്ങൾ. ഇനി വേണ്ട, ഇനി നിങ്ങളെ കാണുക പോലും വേണ്ട എനിക്ക്. അഭിനയമൊക്കെ കൊള്ളാം, പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ലടാ വേണ്ടത്. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കണമായിരുന്നു. അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. അതെനിക്കറിയാം, അബദ്ധമല്ല. നീ കരുതിക്കുട്ടി ഒപ്പിച്ച പണിയല്ലേ. എന്നെയാ നീ തൊഴേണ്ടത്. ഈ വിദ്യയൊക്കെ പറഞ്ഞു തന്നത് ഞാനല്ലേ. ഇനി എന്താ വേണ്ടതെന്ന് കൂടി അച്ഛൻ പറഞ്ഞു തരാം. വേണ്ട, അവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് കളാ. നിന്റെ സ്ഥിരം വേലത്തരമൊന്നും എന്റെ അടുക്ക എടുക്കണ്ട. ഇതിലും വലിയ കളരിയിലെ ഹരിശ്രീ കുറിച്ച് ആടാ നിന്റെ അച്ഛൻ. അച്ഛൻ, ഞാൻ പറയുന്നത് അവിടെ ഞാൻ ആ രീതി തൊട്ടിട്ട് പോലുമില്ല. ഞാൻ ഓഫായി കിടന്ന് ഉറങ്ങിപ്പോയില്ലേ. ഓഫായി എന്ന് പറഞ്ഞാ മതി, ഉറങ്ങിയിട്ടില്ല. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഒരുപാട് കഴിച്ചാ തലേന്ന് നടന്നു ഒന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. അച്ഛൻ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എത്ര മദ്യപിച്ചാലും ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കില്ലേ. ഞാനല്ല. പിന്നെ ആരാടാ? അത് ഞാനിപ്പോ എങ്ങനെ അറിയണേ? എടാ ചെറുക്ക, നിന്റെ കള്ളത്തരൊന്നും എന്നോട് വേണ്ട. എന്റെ ഊഹം ശരിയാണെങ്കിൽ അന്ന് വെളുപ്പാങ്കാലമായി നീ ഉറങ്ങിയപ്പോ അതാ പുലർച്ചയ്ക്ക് എഴുന്നേക്കാൻ പറ്റാതായത്. അല്ല. അതെ, മിക്കവാറും ഇനി അമ്പിയെ ഇവിടെ നിൽക്കത്തില്ല. ബന്ധം വേർപെടുത്തിയിട്ട് ഗീതുവിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ. നിനക്കിപ്പോ നല്ല സമയമാ, രാജയോഗം. അച്ഛ, അയ്യോ, എന്റെ തലയിലായി. പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കാനില്ല. ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്? ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, നിന്നു. ക്ലോട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബോധം തെളിഞ്ഞോ? ഇല്ല, കോൺഷ്യസ് ആയിട്ടില്ല. സമയമെടുക്കും. ബട്ട് പേടിക്കാനൊന്നുമില്ല. ആക്സിഡന്റിലെ ആഘാതത്തെക്കാൾ മറ്റെന്തോ ഭയപ്പാടിലാണ് മൈന ഇപ്പോഴും. ബ്രീത്തിങ്ങിൽ അത് അറിയുന്നുണ്ട്. ഡോണ്ട് വറി, ഇനി പെട്ടെന്ന് ശരിയായിക്കോളും. ഈശ്വര, സമാധാനമായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, അതിന്റെ ഫലമാ. അതെനിക്ക് തോന്നുന്നില്ല ശാലതേ. അങ്ങോട്ട് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ അപകടമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സത്യമുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിലും ഞങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തല്ലേ ഉള്ളൂ. കുറ്റപ്പെടുത്ത അർജുന. കഴിഞ്ഞ തവണ ആശുപത്രി വിട്ട് പോകുമ്പോ ഞാൻ പേ ചെയ്ത കാശ് എന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് നീ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്നെ നെഞ്ചത്തിരുന്ന് പൊള്ളുന്നുണ്ട്. നിന്നെ മാത്രമല്ല, നിന്റെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കുന്ന നിന്റെ ഈ ചേച്ചിയും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ എന്തിനാ അർജുന കാശ് കൊടുക്കാൻ പോയത്? ഇനി വേണ്ട. ഇത്തവണ IPS തന്നെ ബില്ല് അടച്ചോട്ടെ. പൂത്ത കാശില്ല അയാളുടെ കയ്യില്. കാശ് കൊണ്ടല്ല, മനസ്സുകൊണ്ട് അളക്കണം. മനസാക്ഷി കൊണ്ട് അളക്കണം മനുഷ്യനെ. ഗീതു, കുടുംബത്തിന്റെ ആണിക്കല്ല ഇപ്പൊ ഇളകിയിരിക്കുന്നത്. അതിന് കാരണക്കാരി നീയാ. ഞാനൊരു തെറ്റ് ചെയ്തു.
വേണുവിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ശ്രദ്ധിക്കേണ്ടത് നീയായിരുന്നു. ഭാര്യയും കുഞ്ഞുള്ള ഒരുത്തിനെ സ്നേഹിക്കാൻ അങ്കിളല്ല ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും അനുസരിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വേണുവിനെ എനിക്ക്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി പറയണ്ട. എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമാണ്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വേണുഗോപന്റെ കാണും. അവൻ തറപ്പിച്ചു പറയുന്നു അല്ലെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. ആന്റി, ഇത്രയും വലിയൊരു കാര്യം കള്ളം പറയോ? ദീർഘമായ ഒരു മറുപടി വേണ്ട എനിക്ക്. അവന്റെ കുട്ടിയാണോ അല്ലയോ? ഒറ്റ ഉത്തരം മതി. അതെ, വേണുവിന്റെ കുഞ്ഞ് തന്നെയാ. അവൻ തന്നെയാ സാവിത്രി. പാതിരാത്രിക്ക് മുറിയിൽ കയറി വരുന്നത് ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളാണോ അവനെ കയറ്റിവിട്ടത്? അല്ല. പിന്നെ പാതിരാത്രിക്ക് ഈ മുറിയുടെ വാതിൽ നിങ്ങൾക്ക് എന്തായിരുന്നു പണി? അയ്യേ, ഞാൻ വന്നൊന്നുമില്ല. താഴേന്ന് പതുങ്ങി അവൻ കയറി വരുന്ന കണ്ടപ്പോ സംശയം തോന്നി ഒന്ന് പുറകെ വന്നതാ. ഇതിന്റെ എല്ലാ സൂത്രധാരൻ നിങ്ങളാ, അതെനിക്കറിയാം. ഒക്കെ ശരിയാവും മോളെ, നീ ധൈര്യമായിട്ടിരിക്കേ. ഇനിയൊരു ശല്യമായിട്ട് ഞാനും എന്റെ മോളും ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ സിദ്ധുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നെ വന്ന് കൊണ്ടുപോയിക്കോളും. നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞോ? എത്ര തവണ പറഞ്ഞു? ഒന്ന് ഒഴിവായി കിട്ടാൻ എന്തെല്ലാം ഓഫർ തന്നു. എനിക്കൊന്നും വേണ്ട. കൂലിപ്പണി എടുത്തായാലും എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നല്ലവനല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കൂടെ കൂടിയത്. കല്യാണം കഴിഞ്ഞാലെങ്കിലും മനസ്സ് മാറൂന്ന് വിചാരിച്ചു. ഇനി വേണ്ട. ബന്ധം വേർപ്പെടുത്താൻ എനിക്ക് സമ്മതമാണ്. എനിക്ക് സമ്മതമല്ല. സമ്മതിച്ചേ പറ്റൂ. എനിക്കിനി നിങ്ങളെ വേണ്ട. എനിക്ക് വേണം. വേണ്ട. ഇപ്പൊ ഗീതു ഗർഭിണി. ഇനി ആരൊക്കെ ഉണ്ട് ലിസ്റ്റില്? അവളുടെ ഗർഭം എന്റെ അല്ല. എത്ര തവണ പറഞ്ഞു ഞാൻ. ഇത് തന്നെയാ നിങ്ങൾ എന്റെ മോളെ കുറിച്ചും പറഞ്ഞത്. സ്വന്തം മോളല്ല, ഞാൻ ചീത്തയായിട്ട് നടന്ന് സൃഷ്ടിച്ചതാണെന്ന്. ചില ബലഹീന നിമിഷങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ അല്ല ഇത്. ഇത് ശരിക്കും എന്റെ കുഞ്ഞല്ല. അപ്പോ എന്റെ മോള് ശരിക്കും നിങ്ങളുടെ കുഞ്ഞാണെന്ന് സമ്മതിച്ചല്ലേ? സന്തോഷമായി. അറിയാതെയാണെങ്കിൽ ഉള്ളിലുള്ളത് പുറത്തു വന്നല്ലോ. ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ പോവാം. എങ്ങോട്ട് പോവാൻ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. ഡിവോഴ്സ് ആയ പിന്നെ ഒരു ബന്ധവും ബാക്കിയില്ല. നീ ഇപ്പോ ഡിവോഴ്സ് വാങ്ങിച്ചു പോയാ ഗീതു എന്റെ തലയിലാവും. ഒരു ഭർത്താവിനെ രക്ഷിക്കേണ്ടത് ഭാര്യയുടെ കടമയാണ്. എന്റെ കൺമുന്നിൽ വെച്ച് ഒരു രാത്രി അവൾക്കൊപ്പം കിടക്ക പങ്കിട്ട നിങ്ങളെ രക്ഷിക്കേണ്ട കടമ എനിക്കില്ല. കിടക്കി പങ്കിട്ടു എന്ന് പറഞ്ഞ ഉറങ്ങിപ്പോയില്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സത്യം അറിയാവുന്ന എനിക്കില്ലേ? സത്യത്തിൽ അന്നെന്താ നടന്നെന്ന് ഞാൻ പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. നീ കേൾക്കണം. കേട്ടേ പറ്റൂ. ഞാൻ ഒരു 3-4 വീശിട്ട് അകത്തോട്ട് പോയത്. അവിടെ ചെന്നിട്ട് വീണ്ടും കുടിച്ചു. കള്ളുകൂടിയ ആദ്യമായിട്ടൊരു പെണ്ണിന്റെ മുറി കയറി വരുന്നത് ഇങ്ങനെയാണോ? നീയും ഈ ലഹരിയും കൂടെ ആവുമ്പോ ഈ രാത്രി പുലരുന്ന ഞാൻ അറിയില്ല. അംബിക എഴുന്നേറ്റ് വരുവോ? അവള് നല്ല ഉറക്കത്തില്ല. ഇതാ, ഈ ലഹരി ഇഷ്ടമാണെങ്കിൽ ഞാൻ എതിർക്കില്ല. സത്യം. വേണുവിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിൽക്കില്ല. നിനക്കെന്തത്രയ്ക്ക് നാണം? നാണിക്കാതെ പിന്നെ. ആദ്യമായിട്ട് ഒരാണിനൊപ്പം ഇത്ര അടുത്തിരിക്കുന്നു. ഇനി ഞാൻ വേണുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അംബികയ്ക്ക് പോലും. അംബികയെ ഉടനെ ഞാൻ ഉപേക്ഷിക്കും. ഇനി എന്റെ ജീവിതം നിനക്കുള്ളതാ. എങ്ങനെയാ അവളെ ഉപേക്ഷിക്കുക? പോകാൻ അവള് സമ്മതിക്കില്ല. അറ്റ കൈക്ക് അച്ഛനൊരു പണി കണ്ടുവച്ചിട്ടുണ്ട്. എന്താ അത്? അത് പറയാൻ പാടില്ല. ഓ, എന്നോട് പറഞ്ഞൂടെ? നിന്നോട് പറയാം. അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഇമ്മോറൽ ട്രാഫിക്കിന്. ഈ പരപുരുഷ ബന്ധം തെളിഞ്ഞാലേ എളുപ്പം ഡിവോഴ്സ് കിട്ടും.
ചതിയന്മാരല്ലേ അച്ഛനും മോനും? നിന്നെ ചതക്കില്ല ഗീതു, നീ എന്റെ പൊന്നാ. നീ ഒന്നുകൂടെ ഒഴിച്ചേ. ഇനി മതി കുടിച്ചത്. ഒന്നുകൂടെ, അത് മതി. വേണു, വേണു, നീ എന്റെ പെണ്ണ, നീ എന്റെ പെണ്ണ, വേണു, എന്റെ മാത്രം പെണ്ണ. ഇതാ സംഭവിച്ചത്. ഇതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിശ്വസിക്കില്ല വേണുവേട്ടാ. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്താ? നിങ്ങൾ അവളെ പുന്നാരിച്ചു. ഇല്ല. നെഞ്ചിൽ ചേർത്ത് കിടത്തി ലാളിച്ചു. ഇല്ല. ഞാൻ വിശ്വസിക്കില്ല വേണുവേട്ടാ. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്താ? നിങ്ങൾ അവളെ പുന്നാരിച്ചു. ഇല്ല. നെഞ്ചിൽ ചേർത്ത് കിടത്തി ലാളിച്ചു. ഇല്ല. പിന്നെ കയ്യും മെയ്യും മറന്ന് എന്തൊക്കെയോ കാണിച്ചു. എന്റെ അമ്മയാണ്, ഞാൻ കൈ എടുത്തിട്ട് പോലുമില്ല. പിന്നല്ലേ മെയ്യ്. ഇത് എന്റെ കൊച്ചല്ല. ഹരി, എങ്ങനെയുണ്ട് മൈനയ്ക്ക്? ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നുമില്ല. അല്ല, ആരാ അപകടപ്പെടുത്തിയത്? അറിയില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹരിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കാനാണെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. വല്ലാതെ വിചിത്രമായി തോന്നുന്നു അല്ലേ ഹരി? അതെ, ഇതുവരെ കുടുംബക്ഷേത്രത്തിലൊന്നും പോകാത്ത ആ കുട്ടിക്ക് ഇപ്പൊ അങ്ങനെ തോന്നിയത് തന്നെ വിചിത്രം. പിന്നെ അവിടെ റൂം എടുക്കുക, ആക്രമിക്കാനായി ആളുകൾ വരിക എന്നൊക്കെ പറഞ്ഞ അതൊരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് അതിശയം അതല്ല. മാനസിക്കും സിദ്ധാർത്ഥനും അവിടെ റൂം എടുത്തു കൊടുത്തത് ഹരിയ. അതേ സ്ഥലത്ത് തന്നെ മൈനയും അർജുനും വരുന്നു. രാത്രി മൈനയെ ആരൊക്കെയോ ആക്രമിക്കുന്നു. അവൾ ഓടി വന്ന് ആക്സിഡന്റ് ആവുന്നു. ആ കൃത്യസമയത്ത് ഇവിടെ നിന്ന് മൈലുകൾ ദൂരമുള്ള ആ സ്ഥലത്തേക്ക് SP ഹരിശങ്കറിന്റെ വണ്ടി ഓടിയെത്തുന്നു. എല്ലാം ഒരു നാടകം പോലെ തോന്നുന്നു. എന്താ നീ ഉദ്ദേശിച്ചത്? എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചത്? വിചാരിച്ചതൊക്കെ തെറ്റായി പോയോന്നൊരു തോന്നല എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ആഴിമല റൂട്ടിൽ പോവേണ്ട കാര്യം എന്താ ഹരിക്ക്? ഒരു കേസ് സംബന്ധമായി പോകേണ്ടി വന്നു. ഞാൻ തനിച്ചൊന്നുമല്ല, SI തമ്പിയും മറ്റു പോലീസുകാരും ഉണ്ടായിരുന്നു എന്റെ കൂടെ. എന്തിനു പോയി? ഹരിയുടെ അധികാര പരിധിയിൽ പെടുന്നതല്ലോ ആ സ്ഥലം. ഒരു പോലീസുകാരന്, പ്രത്യേകിച്ചും ഒരു പോലീസ് സൂപ്രണ്ടിന് പല കേസുകളിലും ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിന് കേരളം വിട്ടു തന്നെ പോകേണ്ടി വരും. അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ബോധിപ്പിക്കണ്ട, എന്നോടൊന്നും പറയാൻ വേണ്ട. മൗനത്തിൽ നിന്നും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നീ എന്ത് മനസ്സിലാക്കിയെന്നാ? ചീറ്റിംഗ്, മനഃപൂർവ്വം കരുതി കൂട്ടിയുള്ള വഞ്ചന. അളവണ്ട. ഈ ആവേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ 1-2 തവണ വരുമ്പോഴൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം കാണാതിരുന്നതാ. ദേഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല. എന്റെ മകൻ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കിയാ നീയാണ് ശരി. ഇന്നെനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി. അമ്മ പറഞ്ഞോളൂ. ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്റെ മകൻ അംബികയുടെ ഭർത്താവാ. പക്ഷെ അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് മറ്റൊരു പെൺകുട്ടിയുണ്ട് ഇവിടെ. അവളുടെ അവകാശവാദത്തിന് മുന്നിൽ ഉത്തരം പറയാതെ വിഷമിച്ച് നിൽക്കാൻ ഞാൻ. കാരണം അവള് പറഞ്ഞ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതാണ് എനിക്ക്. ഇനി പറ, ഞാൻ എന്താ വേണ്ടത്? ഞാനെന്താ വേണ്ടതെന്ന് അമ്മ പറയും. ഈ ബന്ധം ഒഴിവാക്കട്ടെ. ഞാൻ അംബികയെ കൊണ്ടുപോകട്ടെ. കൊണ്ടുപോകണമെന്നോ പോകണ്ടെന്നോ ഞാൻ പറയില്ല. അത് നിന്റെ ഇഷ്ടം. നിന്റെ സഹോദരിയുടെ ഭാവിക്ക് നല്ലതെന്താണോ അത് നീ ചെയ്യുക. ഞാൻ തടയില്ല.
ഒരു കാര്യം മാത്രം നീ എനിക്ക് വാക്ക് തരണം. പണ്ടത്തെ പോലെ കൊല്ലാൻ തീരുമാനിക്കരുത്. അതെന്റെ മകൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. നിന്റെ ജീവിതവും പോവും. അംബികയ്ക്കും കുഞ്ഞിനും പിന്നെ ആരും ഇല്ലാതാവും. അമ്മേ, മുമ്പും കൊല്ലാൻ ശ്രമിച്ചതായിരുന്നില്ല ഞാൻ. കൊല്ലാൻ വന്നപ്പോ സ്വയരക്ഷയ്ക്ക് അങ്ങ് ചെയ്തു പോയതാ. കൊലപാതകം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, തുടങ്ങുകയുള്ളൂ. പക്ഷേ അവനെ ഇങ്ങനെ വിട്ടാ ഒരു വലിയ സാമൂഹ്യ വിരുദ്ധനെ വളർത്തിയെടുക്കുന്നതിന് തുല്യാവില്ല. ഒരു അംബികയും ഗീതവും മാത്രമല്ല, മറ്റനവധി പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട് വേണു. ഇനി എത്ര പേര് ചതിക്കുള്ളിൽ അകപ്പെടാൻ പോകുന്നു, അതമ്മ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്കും, എനിക്ക് പരിഹാരം കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തിനാ ഞാൻ ആലോചിച്ചു കൂട്ടുന്നതെന്ന്. നാളെ അവൻ ആരുടെയെങ്കിലും കൈകൊണ്ട് മരിച്ചാലും അർഹിക്കുന്ന വിധിയെന്നേ ഞാൻ കരുതും. അവനെവിടെ? മുകളിലുണ്ട്. ഏട്ടാ, വഴക്കുണ്ടാക്കരുത്. ഇല്ല, നീ റെഡി ആയിക്കാം. ഇന്ന് ഇവിടുന്ന് ഇറങ്ങാം. നീ വന്ന് ഞാൻ അറിഞ്ഞു. എന്താ ഉദ്ദേശം? തല്ലാനോ അതോ കൊല്ലാനോ? രണ്ടിനുമല്ല, രക്ഷപ്പെടാൻ. നിന്നെ നിർബന്ധിച്ച് എന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിക്കുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴെങ്കിലും നീ ഒരു മനുഷ്യനാവല്ലോ എന്ന്. നീയല്ലാതെ മറ്റൊരാളെ മനസ്സിൽ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത അംബികയുടെ കൂടെ ജീവിക്കുമ്പോ ക്രമേണ എങ്കിലും നിന്റെ മനസ്സ് മാറുമെന്ന്. അത് നടക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഞാനും എന്റെ അനിയത്തിയും നിന്റെ ദുഷ്ടതകൾക്ക് മുന്നിൽ തോറ്റു വീണു. എന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാ. ഇന്നു മുതൽ നീ സ്വതന്ത്രന. തെറ്റുകളും തോന്നിയാസങ്ങളും ഒക്കെ ആയിട്ട് ഇനി നിനക്ക് എങ്ങനെ വേണമെങ്കിലും അന്തസ്സ് കേട്ട് ജീവിക്കാം. സിദ്ധാർത്ഥ, ഞാൻ നല്ലവനൊന്നുമല്ല. നീ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സ്വഭാവം നന്നാകാനും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ കേൾക്കണം. ഇപ്പോ നീ കേട്ട വാർത്തകൾ തെറ്റാണ്. ഈ ഗീതുവിന്റെ വയറ്റിൽ വളരുന്ന എന്റെ കുട്ടിയല്ല. ഇതൊന്നും ഇനി എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിലും ആണെങ്കിലും ഞാൻ എന്റെ പെങ്ങളെയും കുഞ്ഞിനെയും കൊണ്ട് പോവാ. സത്യത്തിൽ നിന്റെ കുഞ്ഞല്ലാതെങ്കിൽ അത് ദൈവം നിനക്ക് തന്ന ശിക്ഷയാണ്. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ തള്ളിപ്പറഞ്ഞ നിനക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്ന ശിക്ഷ. എന്തായാലും ഈ പാപത്തിന്റെ പങ്കുപറ്റാൻ ഞങ്ങളില്ല. യാചിക്കാനോ അപേക്ഷിക്കാനൊന്നും എനിക്കറിയില്ല. കഴിയുന്നെങ്കിൽ അമ്പി ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുക. എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടുന്ന് ഇറക്കിവിടാൻ ശ്രമിച്ചാൽ ഞാൻ ആ അബദ്ധം ഞാൻ തിരിച്ചറിയുന്നു. ഗീതുവിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ലെന്ന് തെളിയിക്കുന്നവരെങ്കിലും അമ്പയോടെ വേണം. അങ്ങനെ നിന്ന അമ്പയുടെ കുഞ്ഞിനെ, എന്റെ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കും. അങ്ങനെ ഉപാധികൾ വെച്ച് നീ അംഗീകരിക്കൊന്നും വേണ്ട വേണം. സ്വന്തം കുഞ്ഞിനെ അംഗീകരിക്കാൻ ഡിമാൻഡ് വെക്കുന്ന നിനക്ക് ഒരച്ഛനോ ഭർത്താവോ ആയിരിക്കാനുള്ള യോഗ്യതയില്ല. നീ ഞങ്ങളെ വിട്ടേക്ക്. എന്നിട്ട് നീ ആ ബന്ധം വേർപ്പെടുത്താൻ കൊണ്ടുവന്ന രേഖകൾ എന്താന്ന് വെച്ചെടുക്ക്. ഇവിടെ ഒപ്പിട്ട് തരും. ജീവനാംശോ കോമ്പൻസേഷനോ ഒന്നും വേണ്ട. എന്താ എടുക്കാനുള്ള വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങ്. അംബിക, പോകരുത്. ഒരുമിച്ച് ജീവിക്കാനൊരു അവസരം ഉണ്ടാകുന്നതും തള്ളിക്കളയരുത്. എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്തുപറ്റി? ഇറങ്ങുന്നില്ലേ? നീ എന്തൊന്നും മിണ്ടാത്തേ? അതല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്. പെണ്ണെ, അവ കള്ളനാ. ഈ പറഞ്ഞൊന്നും നീ വിശ്വസിക്കണ്ട.
അതല്ല. ഏതല്ല? ഇപ്പഴും നിനക്ക് അവനോട് സ്നേഹമാ? അതല്ല ഏട്ടാ, പറയുന്നത് ചിലപ്പോ സത്യമാണെങ്കിലോ? അംബികയെ, ഒരു വാക്കിൽ മനസ്സറിയുന്ന പെണ്ണ നീ എന്ന് അവന് നന്നായിട്ട് അറിയാം. നിന്റെ ഈ മനസ്സിനെ അവൻ ചൂഷണം ചെയ്യാ, കബളിപ്പിക്കുക. എന്ത് തീരുമാനിച്ചു? നീ വിളിച്ചു വരുത്തിയത് തന്നെ. വരുന്നുണ്ട് എന്റെ കൂടെ? നമുക്ക് നോക്കാം. നീ നന്നാവില്ല അംബികെ, നീ ശരിയാവില്ല. ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കും. ഏട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ആ, വിളിക്കേ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.